പ്രാദേശിക ചാനലുകളുടെ സ്വതന്ത്ര നിലപാടുകളാണ് ജനാധിപത്യത്തിന് ഏറ്റവും പ്രധാനമെന്ന് ഡോക്ടർ ടി.എം. തോമസ് ഐസക്. കുന്നംകുളം പ്രസ് ക്ലബിന്റെ മികച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കുള്ള സംസ്ഥാന പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പ്രാദേശിക ചാനലുകൾ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് മാധ്യമങ്ങൾ മുതലാളിമാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കയ്യിലാണ്. തങ്ങളുടെ അധികാരപരിധിയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തെ അറിയിക്കുന്നത് പ്രാദേശിക പത്രപ്രവർത്തകർ ചെയ്യുന്ന മഹത്തരമായ കാര്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ അധികാരപരിധിയിൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയും. മികച്ച രീതിയിൽ ജനപ്രതിനിധികൾ പ്രവർത്തിക്കാൻ നല്ല മനസ്സ് വേണം. കുന്നംകുളം ടൂറിസത്തിന് പറ്റിയ മികച്ച സ്ഥലമാണ്. ടി.ഡി. രാമകൃഷ്ണന്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി കുന്നംകുളം ടൂറിസത്തിന് പ്രസ് ക്ലബ്ബ് മുൻകൈയെടുക്കണമെന്നും ഡോക്ടർ തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ചാനലുകളിൽ മെയിൻ ചാനലിന്റെ പ്രാദേശിക വിതരണകർത്താക്കൾ മാത്രം, എന്നാൽ കേരളത്തിലെ പ്രാദേശിക ചാനലുകളിൽ സ്വതന്ത്രമായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, മാധ്യമങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വലിയ മുതലാളിമാരുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകമാസകളിൽ നടക്കുന്നൊരു മാറ്റമാണ്. എന്നാൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമത്തിന് ഇലക്ട്രിക് പോസ്റ്റുകളിൽ വലിക്കുന്നതിന്, കണക്ഷൻ വലിക്കുന്നതിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചാർജ് പ്രാദേശിക ചാനലിന് വേണം എന്ന് പറയുന്നത് എത്ര വലിയ ഒരു തെറ്റായ നടപടിയാണെന്ന് ആലോചിച്ച് നോക്കിക്കുക. തിരുത്തി വീണ്ടും പ്രവണത കൂടാ. അച്ചടി വിഭാഗത്തിൽ കേരള കൗമുദി വടക്കാഞ്ചേരി ലേഖകൻ ടി.ഡി. ഫ്രാൻസിസിനും ദൃശ്യമാധ്യമത്തിൽ കണ്ണൂർ വിഷൻ ചാനൽ റിപ്പോർട്ടർ ഷാരിമ രാജനും അവാർഡുകൾ സമ്മാനിച്ചു. മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി.ഐ. രാജേന്ദ്രനും മികച്ച ജനപ്രതിനിധിക്കുള്ള പുരസ്കാരം കുന്നംകുളം നഗരസഭാംഗം ലബീബ് ഹസനും ഏറ്റുവാങ്ങി. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ അധ്യക്ഷനായി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ മുഖ്യാതിഥിയായി. മാധ്യമങ്ങൾ സമൂഹത്തിൽ എല്ലാ തുറയിലും സേവനങ്ങൾ ചെയ്യുന്നതായി പെരുവനം കുട്ടന്മാരാർ പറഞ്ഞു. ശ്രദ്ധയോടെ സത്യസന്ധമായി വാർത്തകൾ നൽകാൻ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ഒട്ടേറെ കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ട്. നാട്ടിലെ കലാകാരന്മാരെ സമൂഹത്തിന് മുൻപിലെത്തിക്കാൻ മാധ്യമപ്രവർത്തകർ പ്രയത്നിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾ ഞങ്ങളുടെ കർമ്മം ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുന്നു. അതേസമയം നിങ്ങളിലൂടെയാണ് പകുതി ഞങ്ങൾ വളരുന്നത് എന്ന് മാധ്യമ സുഹൃത്തുക്കളോട്, അത് അച്ചടി മാധ്യമ പത്രങ്ങളായാലും ദൃശ്യമാധ്യമങ്ങളായാലും അവരോട് ഞാൻ പലപ്പോഴും എൻ്റെ ഇന്റർവ്യൂകളിലൊക്കെ ഞാൻ പറയേണ്ടത്, മാധ്യമങ്ങളാണ് ഞങ്ങളെ കൂടുതൽ വളർത്തിയിരിക്കുന്നത്. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു. മികച്ച പ്രവർത്തനങ്ങൾ നടത്തി സമൂഹത്തിന് മാതൃകയാകാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയണമെന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. പ്രസ് ക്ലബിലെ അംഗങ്ങളുടെ കുഞ്ഞ് നിങ്ങൾ നന്നായി വളരുമ്പോൾ, എഴുതി വളരുമ്പോൾ, അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്യുന്ന ഈ പ്രാദേശിക മാധ്യമ പ്രവർത്തനങ്ങളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുമ്പോൾ നിങ്ങളിലും നല്ല എഴുത്തുകാർ ജനിക്കട്ടെ, നല്ല മാധ്യമ പ്രവർത്തകർ ജനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്. പ്രാദേശിക ലേഖകരുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാറില്ലെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച നോവലിസ്റ്റ് ടി.ഡി. രാമകൃഷ്ണൻ പറഞ്ഞു. അമിതാവേശം വാർത്തകളുടെ സത്യസന്ധത നഷ്ടപ്പെടുത്തുമെന്നും മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളും മാധ്യമപ്രവർത്തനവും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചിലപ്പോഴൊക്കെ പ്രാദേശിക മാധ്യമപ്രവർത്തകരെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നത്, പൊതുവായിട്ട് മാധ്യമ ലോകം വലിയ മത്സരങ്ങളിൽ കൂടി കടന്നു പോവുകയും ഒരുതരം വിഭ്രമാത്മകമായ കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിചിത്ര കാലത്ത് നമുക്ക് ജീവിക്കേണ്ടി വരും. സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ കാണുമ്പോൾ പറയുന്നു, ഓർമ്മിപ്പിക്കാനുള്ളൊരു വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അമിതാവേശത്തിലേക്ക് ഒരു കാരണവശാലും ചെന്ന് പോകാതിരിക്കുക. പ്രസ് ക്ലബ് സെക്രട്ടറി എം. മുഹമ്മദ് അജ്മൽ, മാധ്യമപ്രവർത്തകരായ CF ബെന്നി, KK നിഖിൽ, പുരസ്കാര ജേതാക്കളായ ഷാരിമ രാജൻ, ടി.ഡി. ഫ്രാൻസിസ്, പി.ഐ. രാജേന്ദ്രൻ, ലബീബ് ഹസൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. വിവിധ തലത്തിൽ മികവ് പുലർത്തിയ പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കളായ വേദനാഥ് കൂനത്ത്, C. അവന്തിക, KB ആദിത്യദേവ്, മെർലിൻ ടോണി, TH ഹരിത, ആദിനാഥ് കൂനത്ത് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു.